പൊളിറ്റിക്സ്, ജേർണലിസം, ക്രിട്ടിക്കൽ റൈറ്റിംഗ് മേഖലകളിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഐ സജസ്റ്റ് യു ടു റീഡ് ദ ബുക്സ് ഓഫ് ജോർജ് ഓർവെൽ. ടോക്ക് ടൈം എന്ന് പരിചയപ്പെടുത്തുന്നത് ഓർവെലിൻ്റെ മികച്ച സൃഷ്ടിയായ 1984 ആണ്. എവർക്കും സ്വാഗതം. 1903 ജനിച്ച് 950 മരണപ്പെട്ട ബ്രിട്ടനിലെ അറിയപ്പെട്ട ജേർണലിസ്റ്റും ഗ്രന്ഥകാരനും ചിന്തകനുമാണ് എറിക് ആർതർ ബ്ലെയർ എന്ന ജോർജ് ഓർവെൽ. ഇന്ത്യയുമായി ഓർവെലിനൊരു ബന്ധമുണ്ട്. ബീഹാറിലെ മോത്തിഹാരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബർമയിലെ ഇന്ത്യൻ ഇമ്പീരിയൽ പോലീസ് കാലയളവിലെ ജീവിതവും 1936 സ്പാനിഷ് സിവിൽ വാറിലെ തൻ്റെ അനുഭവങ്ങളും ബ്രിട്ടൻ്റെ ആ കാലയളവിലെ സ്വേച്ഛാധിപത്യ ഭരണവും ഓർവെലിലെ എഴുത്തുകാരനെ പുറത്തു കൊണ്ടുവരികയായിരുന്നു എന്ന് പറയണം. ഹോമേജ് ടു കാറ്റലോണിയ, അനിമൽ ഫാം, 1984 തുടങ്ങി പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ അത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഇനി നമുക്ക് 1984 എന്ന അദ്ദേഹത്തിൻ്റെ കൃതി പരിചയപ്പെടാം. 350ഓളം പേജുള്ള പുസ്തകമാണ് 1949 ഇറങ്ങിയ 1984. ഒരു പേജ് കടന്ന് അടുത്ത പേജിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സ്വേച്ഛാധിപത്യം സൃഷ്ടിക്കുന്ന ഭീകരതയുടെ കാഠിന്യം വായനക്കാരന് അറിയാൻ സാധിക്കും. ഓഷ്യാനിയ എന്നൊരു സാങ്കല്പിക സ്ഥലമാണ് നോവലിൻ്റെ പ്ലോട്ട്. അവിടുത്തെ ഗവൺമെൻറ്റിനെ ബിഗ് ബ്രദർ എന്ന പേരിലാണ് ഓർവെൽ പരിചയപ്പെടുത്തുന്നത്. പിന്നീട് പൊളിറ്റിക്സിൽ ബിഗ് ബ്രദർ വാച്ചിങ് എന്ന ടാഗ് പോലും ഉണ്ട്. തുടർന്ന് സ്വേച്ഛാധിപത്യം വലിഞ്ഞു മുറുക്കിയ ഓഷ്യാനിയ എന്ന നാടിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നോവലിൽ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത മിനിസ്ട്രീസ് ലൈക്ക് മിനിസ്ട്രി ഓഫ് ട്രൂത്ത്, പേരിനോട് ഒരു ബന്ധവുമില്ലാത്ത മിനിസ്ട്രി ഓഫ് പീസ്, മിനിസ്ട്രി ഓഫ് ലവ്. ഇവർക്കൊക്കെ ആ നാട്ടിലെ എല്ലാവിധ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെട്ടിരുന്നു. ഇവർക്ക് സംസാരിക്കാൻ ന്യൂ സ്പീക്ക് എന്നൊരു ലാംഗ്വേജ് മാത്രം, അത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. പരസ്പരം പ്രണയിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല നാട്ടിൽ. പ്രണയം ഒരു തീമായിട്ട് ജോർജ് ഓർവെൽ അവതരിപ്പിക്കുന്നുണ്ട്. വിൻസ്റ്റൺ സ്മിത്ത്, ജൂലിയ എന്ന 2 കഥാപാത്രങ്ങളിലൂടെ ഓർവെൽ ആ ഒരു തീമിനെ കൊണ്ടുവരുന്നുണ്ട്. പ്രണയിച്ചതിൽ പിന്നെ അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയും അവസാനം അവർ വേർപിരിയുന്നതുമൊക്കെ ഈ നോവലിലെ ഒരു പ്രധാന ഹൈലൈറ്റാണ്. ഈ പുസ്തകം വായിച്ചതിൽ പിന്നെ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻടേക്ക് കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന്, ഓഫ്കോഴ്സ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ഭീകരതയാണ്. സെക്കൻഡ് വൺ, ഹൗ ടു റെസ്പോണ്ട് എന്നതാണ്. ക്ലാരിറ്റി റെസ്പോണ്ട് എന്നതാണ് ഓർവെലിനെ മറ്റുള്ള എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രതിസന്ധികളിൽ അന്വേഷണങ്ങൾ നടത്താനും സത്യം തിരിച്ചറിഞ്ഞ് ക്ലാരിറ്റിയോടെ റെസ്പോണ്ട് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് 1984. തേർഡ് വൺ, എനിക്ക് വല്ലാത്തൊരു ഇൻടേക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വിഷനറി ആൻഡ് ലാസ്റ്റിംഗ് ഇംപ്രിൻസ് ഓഫ് ജോർജ് ഓർവെൽ. ഞാനിത് പറയാൻ കാരണം 1949 ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 1949 1984 എന്നൊരു രചന ജോർജ് ഓർവെൽ നമുക്ക് തരുന്നതോടുകൂടി, ഒരു ഡിസ്റ്റോപ്പിയൻ നോവൽ ലോകത്തിന് മുമ്പിൽ തരുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അത് തുടങ്ങി വെക്കുകയായിരുന്നു. ഇന്നും സ്വേച്ഛാധിപത്യത്തിനെതിരെ നമ്മുടെ മുമ്പിൽ ഉണർത്തലായി, ഓർമ്മപ്പെടുത്തലായി ജോർജ് ഓർവെലിൻ്റെ 1984 ബാക്കിയാവുകയാണ്. മറ്റൊരു പുസ്തക പരിചയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.